ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ഇന്നും സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തും. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ചെന്നൈയിൽ പരിശോധന. CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. അതേസമയം അന്വേഷണം ഹൈദരാബാദിലേക്കും വ്യാപിപ്പിക്കുകയാണ് SIT. ഹൈദരാബാദിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ നാഗേഷിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. നാഗേഷിന്റെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മോഷ്ടിച്ചുവെന്നാണ് സംശയം. അതിനിടെ SIT തലവൻ ADGP H. വെങ്കടേഷ് ഇന്നോ നാളെയോ ശബരിമലയിലെത്തും. ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് നടത്തുന്ന പരിശോധന ഇന്നും തുടരും. അന്വേഷണത്തിന് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, അന്വേഷണം അങ്ങനെ ചെന്നൈ കടന്ന് ബാംഗ്ലൂർ കടന്ന് ഹൈദരാബാദിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിലുണ്ടായിരുന്ന നാഗേഷ് എന്ന സ്വർണ്ണ വ്യാപാരിയാണ് അഥവാ പണിക്കാരനാണ് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി 30 ദിവസത്തോളം, 1 മാസത്തോളം ഹൈദരാബാദിൽ വെച്ചതിനു ശേഷം ചെന്നൈയിലേക്ക് എത്തിക്കുന്നത്. നേരിട്ട് സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകേണ്ട സ്വർണ്ണപ്പാളി ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരുവിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ഈ നഗേഷ് കൊണ്ടുപോകുന്നത് ചെന്നൈയിലേക്ക്. ഈ നഗേഷിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ സ്വർണ്ണമോഷണം നടന്നിരിക്കുന്നത് എന്നതാണോ SITയുടെ പ്രാഥമിക അനുമാനം? ഹരിമോഹൻ. അരുൺ, തീർച്ചയായിട്ടും അന്വേഷണം ഹൈദരാബാദിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതി എന്ന് പറയാവുന്നത്. നാഗേഷിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയാണ്. അതായത് നാഗേഷിന്റെ സ്ഥാപനത്തിൽ എത്തിച്ചുകൊണ്ട് ഏറെ ദിവസം, ഏകദേശം 1 മാസത്തോളം പാളികൾ അവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ, അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതിന് തൊട്ടുപുറകെ SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ശബരിമലയിലെ പാളികൾ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അത് വാങ്ങിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി വാങ്ങിച്ചത് അനന്തസുബ്രഹ്മണ്യവും രമേശുമാണ്. ഇവർ ഇത് നേരെ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലുള്ള അനന്തസുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലേക്കാണ്. ഏറെ ദിവസം അവിടെ വെക്കുന്നു. അവിടെ വെച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ നാഗേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിലേക്ക്, ഹൈദരാബാദിലുള്ള സ്ഥാപനത്തിലേക്ക് ഇത് കൊണ്ടുപോയത്. അതായത് പോറ്റി പറയുന്നത് നാഗേഷ് തന്റെ സുഹൃത്താണ്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശം അനന്തസുബ്രഹ്മണ്യത്തിന് കൊടുക്കുന്നു. അങ്ങനെയാണ് അത് പാളികൾ നേരെ ഇയാളുടെ ഈ സ്വർണം, ചെമ്പ് തുടങ്ങിയ വസ്തുക്കളുടെ അല്ലെങ്കിൽ ലോഹങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന നാഗേഷിന്റെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നത്. ആ സ്ഥാപനത്തിൽ 1 മാസത്തോളം ഈ പാളികൾ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ SITയും അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ വെച്ചാകാം ഒരുപക്ഷെ ഇതിന്റെ കൃത്രിമം നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുകയാണ്. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക്, അതായത് ഇവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്ക് പോകേണ്ട സാധനം അല്ലെങ്കിൽ പാളികൾ ഹൈദരാബാദിൽ നിന്നാണ് ചെന്നൈയിലേക്ക് വരുന്നത്. അതും നാഗേഷ് നേരിട്ടാണ് അത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ നാഗേഷിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം തെരയുന്ന, അല്ലെങ്കിൽ ആ പങ്കിനെ കുറിച്ചാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മാത്രമല്ല, നാഗേഷിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട്. പക്ഷേ നാഗേഷിനെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം. അതിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൂടി സഹകരണം ഒക്കെ തന്നെ നിലവിൽ അന്വേഷണ സംഘം തേടുന്നുണ്ട്. അതിന്റെ കൂടെ ഭാഗമായി CEO പങ്കജ് ഭണ്ഡാരിയുമായി നേരിട്ട് സംസാരിക്കാൻ കൂടി അന്വേഷണ സംഘം നീങ്ങുന്നു. ഇന്നലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയ സംഘത്തിന് പൂർണ്ണമായും പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവിടെയുള്ള ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ളവ പരിശോധിക്കും. വാറണ്ടി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വാറണ്ടി, മറ്റ് രേഖകൾ, ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കമുള്ളവ അതെല്ലാം പരിശോധിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. മാത്രമല്ല, ഈ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും അവിടെ നിന്ന് മടങ്ങുക. കാരണം 2 ദിവസമായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അവർ ഇന്ന് പൂർണ്ണമായും പരിശോധന നടത്തിക്കൊണ്ട് പങ്കജ് ഭണ്ഡാരിയെ നേരിൽ കണ്ട് മൊഴി രേഖപ്പെടുത്തിയാകും അവിടെ നിന്ന് മടങ്ങുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആ മൊഴികളിൽ അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരി നൽകുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരാണോ, ദേവസ്വം വിജിലൻസിന് നൽകിയിട്ടുള്ള മൊഴി തന്നെ പങ്കജ് ഭണ്ഡാരി ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട വസ്തുത. എന്തായാലും SIT പൂർണ്ണമായും ചെന്നൈയിൽ പരിശോധന നടത്തി തിരിച്ചെത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രവീൺ പുരുഷോത്തമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ, ഇന്നിപ്പോൾ സന്നിധാനത്ത് ജസ്റ്റിസ് KT ശങ്കരൻ നടത്തുന്ന അന്വേഷണം തുടരുകയാണ്. ADGP വെങ്കടേഷ്, SITയുടെ തലവൻ, സന്നിധാനത്ത് എത്തുമെന്നറിയുന്നു. ഇതിപ്പോൾ സന്നിധാനത്ത് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇന്ന് പരിശോധന നടക്കുക? പ്രവീൺ. അരുൺ, ജസ്റ്റിസ് KT ശങ്കരന്റെ സന്നിധാനത്തെ പരിശോധന ഇന്ന് 3ാം ദിവസമാണ്. ഇന്നലെ ഈ പരിശോധന അവസാനിക്കും എന്നാണ് നാം നേരത്തെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പരിശോധന നീളുകയാണ്. ഇന്ന് ഒരു പക്ഷേ ഉച്ചയോടുകൂടി ഈ പരിശോധന തീർന്നേക്കാം. ഇന്നലെ
സ്മാർട്ട് ക്രിയേഷൻസിന്റെ മാനേജരും അഭിഭാഷകനും സന്നിധാനത്ത് എത്തിയിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പരിശോധിച്ചത്. ഒപ്പം തന്നെ ശ്രീകോവിലിന്റെ മാറ്റിവെച്ചിരിക്കുന്ന വാതിലും അതും ജസ്റ്റിസ് കെ ടി ശങ്കരൻ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. രജിസ്റ്റർ എല്ലാം കൃത്യമായി പരിശോധിച്ചു. രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും സ്ട്രോങ് റൂമിൽ ആ വസ്തുക്കൾ ഉണ്ടോ എന്നതാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ വിശദമായി പരിശോധിക്കുന്നത്. ഈ സന്നിധാനത്തെ പരിശോധന ഇന്ന് ഉച്ചയ്ക്ക് തീരുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ആറന്മുളയിലെ സ്ട്രോങ് റൂമും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കും. ഇന്നലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ എത്തും എന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതികരിച്ച് അവിടെ ആരും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇന്നലെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഈ ശ്രീകോവിലിന്റെ വാതിലുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് ശബരിമലയിൽ ഭക്തരൊക്കെ നൽകുന്ന സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുവകകൾ കൂടുതലായും സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണവും അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനയും നിർണായകമാണ്. അതേതായാലും സന്നിധാനത്തെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആറന്മുളയിലേക്ക് കടക്കൂ. ഇന്നലെ SIT സംഘം SIT ഇന്നലെ അവിടെ എത്തിയിരുന്നു. രേഖകളൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. അവർ ഇന്നലെ തന്നെ ആ 2 ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് നിന്ന് മടങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, താങ്ക് യു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. അതിനു മുൻപ്